പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആണവ ബോംബിന് 10 കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശം നശിപ്പിക്കാൻ ശേഷിയുണ്ട്. ഈ ആണവ ബോംബിന്റെ ശക്തി 45 കിലോ ടണ്ണാണ്. ഒരു സ്ഥലത്ത് ഇത് പൊട്ടിത്തെറിച്ചാൽ നശീകരണം 3 ഘട്ടങ്ങളിലായി നടക്കും. 2 കിലോമീറ്റർ വിസ്തൃതിയിൽ എല്ലായ്പ്പോഴും എല്ലാം നശിക്കും. കെട്ടിടങ്ങൾ, മനുഷ്യർ, വാഹനങ്ങൾ എല്ലാം ചാമ്പലായി മാറും. 4 കിലോമീറ്റർ വരെയും കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും അഗ്നിപ്രവാഹം ഉയരുകയും ചെയ്യും. 10 കിലോമീറ്റർ വിസ്തൃതിയിൽ വികിരണം പകരുകയും ജനങ്ങളുടെ ജാലകങ്ങൾ തകർന്നു പോവുകയും ഭൂചലനത്തിന്റെ അനുഭവം ഉണ്ടാവുകയും ചെയ്യും. ഈ ബോംബിന്റെ ശക്തി മനസ്സിലാക്കാൻ നമുക്ക് 1945ലേക്ക് പോകേണ്ടി വരും. അപ്പോ ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ ആണവ ബോംബ് പൊട്ടിത്തെറിച്ചു. ഇത് 15 കിലോ ടൺ ശക്തിയുള്ള ബോംബായിരുന്നു. അതായത് പാകിസ്ഥാന്റെ ആണവ ബോംബിന്റെ 1/3 മാത്രം. അന്നുടൻ തന്നെ 82,000 പേർ കൊല്ലപ്പെട്ടു. ആദ്യ ആഴ്ചയിൽ ഈ എണ്ണം 1 ലക്ഷമായി ഉയർന്നു. 6 മാസത്തിനിടെ 1,40,000 മാറി. ചൈനയുടെ ഏറ്റവും വലിയ ആണവ ബോംബ് 3000 കിലോ ടൺ ശക്തിയുള്ളതാണ്. അത് ഏതെങ്കിലും സ്ഥലത്ത് വീണാൽ 6 കിലോമീറ്റർ വിസ്തൃതിയിൽ പൂർണ്ണ നശീകരണം സംഭവിക്കും. റഷ്യയുടെ ആണവ ബോംബ് 50,000 കിലോ ടൺ ശക്തിയുള്ളതാണ്. അതിന്റെ നാശപരിധി 100 കിലോമീറ്റർ വരെ എത്തും.